നമസ്കാരം. ഞാൻ വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ. ഇപ്പോൾ വടക്കേക്കര പഞ്ചായത്തിൽ 20 വാർഡുകളാണുള്ളത്. അതിൽ ഭൂരിപക്ഷം വാർഡുകളും വേലിയേറ്റ വെള്ളപ്പൊക്കവുമായി എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ്. പ്രത്യേകിച്ച് തീരദേശ വാർഡുകളായിട്ടുള്ള മാല്യങ്കര, കുട്ടുളിക്കാട്, വാവക്കാട്, പാലിത്തുരുത്ത്, കുഞ്ഞിത്തൈ, മൂത്തോന്നം, അതുപോലെ തന്നെ മുഖ്യമായിട്ടും സത്താർ ഐലൻഡ്, 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സത്താർ ഐലൻഡ്. അപ്പോൾ ഇപ്പോഴും മഴക്കാലമായാലും അതുപോലെ തന്നെ വേലിയേറ്റമായാലും അവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു വിഷയങ്ങൾ അവിടെ നിലവിലുണ്ട്. തീർച്ചയായും അത്തരം നമ്മുടെ ഈ പ്രദേശത്ത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ റോഡുകൾ, രണ്ട് ഒപ്പെടുത്തിട്ടുണ്ട്. ആദ്യം തുടങ്ങണോ? ഇരുപത് വാർഡുകളിൽ നമ്മുടെ വടക്കേക്കര പഞ്ചായത്തിൽ ഭൂരിപക്ഷം വാർഡുകളിലും വേലിയേറ്റ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട്. തീരദേശ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ കൊട്ടുളിക്കാട്, മാല്യങ്കര, ചെട്ടിക്കാട്, കുഞ്ഞിത്തൈ, വാവക്കാട്, പാലിയത്തുരുത്ത്, അങ്ങനെ മൂത്തുകുന്നം, സത്താർ ഐലൻഡ് മുഖ്യമായിട്ട് പറയാനുള്ളത്. നമ്മുടെ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ദ്വീപ് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടുത്തെ ഈ വേലിയേറ്റ വെള്ളപ്പൊക്കത്തിൻ്റെ ഉപ്പും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ട് അവിടുത്തെ വീടുകളുടെ ഇന്നിപ്പം വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് അവിടുത്തെ വീടുകളെല്ലാം തന്നെ. അതുപോലെ തന്നെ നമ്മുടെ റോഡുകൾ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ്. കൃഷി നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പം ഒരുപാട് തൽപരരായിട്ടുള്ള കർഷകരുണ്ട്. പക്ഷേ നമ്മൾ കൃഷി ചെയ്തു തുടങ്ങി അതൊരു ഫലത്തിലേക്ക് കിട്ടുന്നതിനായിട്ട് പലർക്കും സാധിക്കാത്തതുകൊണ്ട് തന്നെ നിരാശരായിട്ട് ഇരിക്കുന്നവരാണ്. ഇപ്പോൾ ഭൂരിപക്ഷം പേരും എന്തായാലും ഇപ്പോൾ മറ്റ് മാർഗങ്ങളിലേക്കെന്ന് വെച്ചാൽ ടെറസുകളിൽ അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ വേലിയേറ്റ വെള്ളപ്പൊക്കം വളരെ എഫക്റ്റഡാണ് നമ്മുടെ പ്രദേശത്തെ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരിട്ട് കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സത്താർ ഐലൻഡ്, അതിൽ ചീപ്പുകൾ നമ്മുടെ തോടുകളിൽ വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും സഹായകരമായിരിക്കും. അത് മെയിൻ പുഴകളിലും അതുപോലെ തന്നെ തോടുകളിലും ചീപ്പുകൾ, മണൽ ബണ്ടുകൾ കെട്ടുകയല്ല, ചീപ്പുകൾ പലയിടത്തും നമ്മൾ പതരത്തിൽ ചെയ്തിട്ട് അതിന് നല്ല ഫലം കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് പഞ്ചായത്തിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റാവുന്നൊരു സാഹചര്യമല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ത്രിതല പഞ്ചായത്തായിട്ടോ അല്ലെങ്കിൽ സർക്കാരായിട്ടോ അത്തരം പദ്ധതികൾ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ പുഴകളിലെല്ലാം തന്നെ മണ്ണ് വന്നടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഡ്രഡ്ജ് ചെയ്ത് നമ്മുടെ വെള്ളത്തിന് അത്രയും കൂടിയും അവിടെ നിൽക്കുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇടത്തോടുകളെല്ലാം തന്നെ ആഴം കൂട്ടി വൃത്തിയാക്കുക. ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ എന്തായാലും കാലാവസ്ഥാ വ്യതിയാനം ഇതിനെല്ലാം ഒരു ഘടകമാണ്. എന്നിരുന്നാലും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. നമ്മളുടെ പഞ്ചായത്തിനെ ദുരന്ത എന്തിലും ഉൾപ്പെടുത്തണമെന്നാണ്. അത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നാൽ മതി. അപ്പൊ കട്ട് ചെയ്യാൻ ശരിയാട്ടാ. ഇത് എന്താണ് ദുരന്ത നിവാരണ നിയമത്തിൽ ഉൾപ്പെടുത്തണം. ഏറ്റവും വെള്ളപ്പൊക്കം ദുരന്ത നിവാരണ നിയമത്തിൽ ഉൾപ്പെടുത്തണം. പഞ്ചായത്തിൽ കമ്മിറ്റി ചർച്ച ചെയ്യും. പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിനോട്. ഇപ്പോൾ ഒരുപാട് ടെക്നോളജി ഉണ്ടല്ലോ, അതായിട്ടുള്ള വിഷയമൊന്നും അതൊന്നും കുഴപ്പമില്ല. ചിലപ്പോൾ ഒരു 10 സെക്കൻഡ് അങ്ങനെ തന്നെ നിന്നാൽ മതി കട്ട് ചെയ്യാൻ എളുപ്പത്തിന്. നമ്മുടെ പഞ്ചായത്തും വെള്ളപ്പൊക്ക വേലിയേറ്റവുമായി ബന്ധപ്പെട്ടിട്ട് ദുരന്ത അത് വരുന്നില്ല. വെള്ളപ്പൊക്കം ദുരന്ത നിവാരണ നിയമത്തിലുള്ള
ദുരന്തമായി പ്രഖ്യാപിക്കണം. ദുരന്ത നിവാരണ നിയമത്തിൽ ഉൾപ്പെടുത്തണം. ദുരന്ത നിവാരണ സഹായം ലഭ്യമാക്കണം. ഇത് 3 കാര്യം. 1 വേലിയേറ്റ വെള്ളപ്പൊക്കം ദുരന്തമായി പ്രഖ്യാപിക്കണം. ദുരന്ത നിവാരണ നിയമത്തിൽ ഉൾപ്പെടുത്തണം. 3 ദുരന്ത നിവാരണ ദുരിതാശ്വാസ സഹായം ലഭ്യമാക്കണം ദുരന്തത്തിൽ പെടുന്നവർക്ക്. അതൊന്നും വായിച്ചോ? ശരിയല്ല സാവകാശം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ വടക്കേക്കര പഞ്ചായത്തും വേലിയേറ്റ വെള്ളപ്പൊക്കം ദുരിതമായി പ്രഖ്യാപിക്കണമെന്നും അതുപോലെ തന്നെ ദുരന്ത നിവാരണ നിയമത്തിൽ ഉൾപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കണമെന്നുമുള്ള പ്രമേയം നമ്മളും പാസ്സാക്കിയിട്ടുണ്ട്.